കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾ 12 വകുപ്പുകളായി സഭ തന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ വിശ്വാസം നമ്മൾ അറിയണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പകർന്നു കൊടുക്കണം. നമ്മുടെ യുവജനങ്ങളിലേക്ക് ഈ വിശ്വാസ വീര്യം നമ്മൾ കൈമാറി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. നമുക്കടുത്തൊരു തലമുറയില്ല, പിന്നെ സഭയ്ക്ക് ഭാവിയില്ല, കുടുംബങ്ങൾക്ക് രക്ഷയില്ല. എന്റെ സഹോദരങ്ങളെ, കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾ 12 വിശ്വാസ സത്യങ്ങൾ സഭയുടെ പൊതുവിശ്വാസ പ്രമാണത്തിൽ നമ്മൾ എന്നും ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ബേസാണിത്. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനങ്ങളാണിത്. 12 അടിസ്ഥാന വിശ്വാസ സത്യങ്ങൾ. 1, നിങ്ങൾ ശ്രദ്ധിച്ച്, സർവശക്തനും സൃഷ്ടാവുമായ ഏകദൈവത്തിലുള്ള വിശ്വാസം. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ്, ഏകദൈവത്തിലുള്ള വിശ്വാസം. 2, എന്താണ്? ദൈവത്തിന്റെ ഏകപുത്രനും നമ്മുടെ ഏക കർത്താവുമായ ഈശോ മിശിഹായിലുള്ള വിശ്വാസം. 3, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കന്യകാമറിയത്തിൽ നിന്നുമുള്ള ഈശോയുടെ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം. 4, ഈശോയുടെ പീഡാനുഭവത്തിലും കുരിശുമരണത്തിലും അവിടുത്തെ സംസ്കാരത്തിലുമുള്ള വിശ്വാസം. 5, മരിച്ചവരിൽ നിന്നും 3-ാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നതിലുള്ള വിശ്വാസം. 6, ഈശോ സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു എന്ന വിശ്വാസം. ഇതൊന്നും കെട്ടുകഥകളല്ല, മുത്തശ്ശി കഥകളല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളാണിത്. നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തമായ സാക്ഷ്യങ്ങളും അനുഭവങ്ങളുമാണിത്. 7-ാമത്തെ അടിസ്ഥാന സത്യം എന്താണ്? ഈശോ ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാനായി ഈശോ വീണ്ടും വരുമെന്നുള്ള വിശ്വാസം. 8, ഏക പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം. 9, ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികമായ സഭയിലുള്ള വിശ്വാസം. 10 എന്താണ്? എല്ലാവരും ഒച്ചത്തിൽ പറഞ്ഞ് 10 എന്താണ്? പാപമോചനത്തിനായുള്ള ഏകമാമോദീസായിലുള്ള വിശ്വാസം. 11 വിശ്വാസ സത്യം എന്താണ്? ശരീരത്തിന്റെ ഉയർപ്പിലുള്ള വിശ്വാസം. 12 എന്താണ്? നിത്യമായ ജീവിതത്തിലുള്ള വിശ്വാസം. ഇനി നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഈ വിശ്വാസത്തിന് വിരുദ്ധമായി ആര് എന്ത് പഠിപ്പിച്ചാലും ആര് എന്ത് പ്രഘോഷിച്ചാലും അവർ ശപിക്കപ്പെട്ടവരെന്നാണ് അപ്പോസ്തലനായ പൗലോസ് സഭാ മക്കളോട് പറയുന്നത്.